ഹലോ, വെൽക്കം ടു ഷാലോസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫ ക്രീം പുഡിംഗ് ആണ്. ഇതിന് ഓവനോ അല്ലെങ്കിൽ പാനോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. കുനാഫയുടെ അതേ ഫ്ലേവർ തന്നെയാണ് കുനാഫ പുഡിങ്ങിനും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത്. ഭയങ്കര നേരിയ സേമിയാണത്. അപ്പോൾ അത് നന്നായി നമുക്കൊന്ന് പൊടിക്കാം. അപ്പോൾ നല്ലോണം പൊടിച്ച് നമുക്കിങ്ങനെ കണ്ടോ ഇതുപോലെ ആയിരിക്കണം നമ്മളത്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ലെയറായി. ഇനി രണ്ടാമത്തെ ലെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് നമുക്ക് കാരമലൈസ് ചെയ്യാം. കാരമലൈസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോസ് പാനിൽ ഫുൾ വെള്ളം നിറച്ചിട്ട് ഈ ടിന്ന് ഇതുപോലെ മുഴുവനായിട്ട് മുങ്ങിക്കിടക്കണ പോലെ വെക്കാം. എന്നിട്ടൊരു 2-3 മണിക്കൂറാകുമ്പോൾ നമ്മളുടെ കണ്ടൻസ് മിൽക്ക് ഇതാ ഈ സെയിം കളറ് കിട്ടും. അതാണ് കാരമലൈസ്ഡ് കണ്ടൻസ് മിൽക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടൻസ് മിൽക്ക് കാരമലൈസ് ചെയ്യുക. അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ബിസ്ക്കറ്റ്, ക്രീമല്ലാത്ത ബിസ്ക്കറ്റ് ഒരു 10-15 എണ്ണം ഇതേപോലെ നമുക്ക് മിക്സിയിലിട്ടിട്ട് നമുക്കിങ്ങനെ ക്രഷ് ചെയ്തിട്ടെടുക്കാം, നല്ല പൗഡർ പോലെ. അപ്പോൾ നമുക്ക് എല്ലാ ബിസ്ക്കറ്റും ഇതേപോലെ ഞാൻ ക്രഷ് ചെയ്തിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ കണ്ടോ ഇതുപോലെ കിട്ടണം നമുക്ക്. ഇനിയിപ്പോൾ തേർഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 150 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ. സോൾട്ടഡ് ബട്ടർ അല്ല ഞാൻ ഇവിടെ യൂസ് ചെയ്യണം, അൺസോൾട്ടഡ് ബട്ടർ. അതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ചൂടാക്കിയെടുക്കാം. നന്നായി മെൽറ്റായിട്ട് കിട്ടണേ. അപ്പം നല്ല ലോ ഫ്ലെയിമിൽ ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടർ ഇതുപോലെ മെൽറ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മതി നമുക്ക് ബട്ടർ. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച സേമിയല്ലേ അത് ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മളിവിടെ സോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സേമിയക്ക് ഒരു ഉപ്പ് ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ പുഡിങ് ശരിയാവില്ല. അതുകൊണ്ടാണ് ഇവിടെ അൺസോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്യണത്. ഇനി ഞാനിവിടെ സിനമൺ സ്റ്റിക്കില്ലേ അതൊന്ന് നന്നായി ഒന്ന് പൊടിച്ചിട്ട് ഇതിനൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നന്നായി ഒന്ന് പൊടിച്ചിട്ട് ഇതിലിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഇത് നട്ട്മെഗാണ്. നട്ട്മെഗും ഇതേപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റിലിട്ടിട്ടൊന്ന് അതിൻ്റെ ഫ്ലേവറും കൂടി കിട്ടേണ്ടത്. അപ്പോൾ നട്ട്മെഗ് എന്ന് പറഞ്ഞാൽ ജാതിക്കയാണ്. അപ്പോൾ ജാതിക്കയുടെ ഫ്ലേവർ ഒരു നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഈ 2 ഫ്ലേവറേ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രീം ഉണ്ടാക്കാൻ പോകുന്നതാണ്. അതിന് വേണ്ടിയിട്ടൊരു പാന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലോട്ട് 3 കപ്പ് പാലൊഴിക്കാം. എപ്പോഴും ക്രീം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണതാണ് നല്ലത്. കാരണം ക്രീം പെട്ടെന്ന് അടി പിടിക്കും, പിന്നെ നമ്മളെ പുഡിങ്ങിൻ്റെ ടേസ്റ്റേ മാറും. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം. കോൺഫ്ലോർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ പാല് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പാലും നമ്മൾ കോൺഫ്ലേക്സും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ടിന്ന് കണ്ടൻസ് മിൽക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് വേറെ കണ്ടൻസ് മിൽക്കാണ്. അപ്പോൾ ആ കണ്ടൻസ് മിൽക്ക് ഒഴിക്കാം. ഒരു ടിന്ന് ഫുൾ ഒഴിക്കണം കേട്ടോ. കാരണം ഇതിൽ നമ്മൾ എക്സ്ട്രാ പഞ്ചസാരയോ വേറെ എക്സ്ട്രാ സ്വീറ്റ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ആകെ കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റാണ് ഈ കുനാഫ ഫുള്ളും. അപ്പോൾ ഒരു ടിന്ന് തന്നെ ഒഴിച്ചാലേ അതിൻ്റെ കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. ക്രീം ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം, ഞാൻ വീണ്ടും പറയണതാണ്. അപ്പോൾ നമ്മൾ ക്രീം കണ്ടോ നല്ലൊന്ന് തിക്കായിട്ട് വരുന്നുണ്ട്. ഓവറായിട്ട് തിക്കായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല
തിക്ക് ഗ്രേവി ആയിട്ട് വരുന്നുണ്ട്. നല്ല ബബിൾസൊക്കെ വരുന്നില്ലേ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യാം. ഓഫാക്കിയിട്ട ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ വേറെ ബൗളിൽ മാറ്റണതാണ് നല്ലത്. ഇനി നമുക്ക് സേമിയയും ബട്ടറും ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുത്തില്ലേ, ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റും കൂടിയും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തുനിന്ന് ആവണ പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇതിൽ ആഡ് ചെയ്യണ ഏത് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, ക്രീം ബിസ്ക്കറ്റ് ആവരുത്, അല്ലാണ്ടുള്ള ഏത് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായി ഒന്ന് നമുക്ക് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ സേമിയയും ബിസ്ക്കറ്റും ഉള്ളത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കാരമലൈസ് കണ്ടൻസ് മിൽക്കും റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ വൈറ്റ് ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യാൻ ഞാനിവിടെ ഒരു പുഡിംഗ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുഡിംഗ് ഗ്ലാസ്സിൽ ആദ്യം നമുക്ക് സേമിയ ആഡ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ആദ്യം സേമിയ ഇട്ടിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിന് മേലെ ക്രീം ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് നമുക്ക് വൈറ്റ് ക്രീം ആഡ് ചെയ്യാം. എല്ലായിടത്തും ഒന്ന് ആവണ പോലെ ഇടണം, എന്നാലും നമ്മൾ സ്കൂപ്പ് ചെയ്തിട്ടെടുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ലെയേഴ്സ് അങ്ങോട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്കൊന്നും കൂടി സേമിയ ഇടാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് കാരമലൈസ്ഡ് കണ്ടൻസ് മിൽക്ക് കുറച്ചും കൂടിയും എമൗണ്ട് കുറച്ച് കൂടുതലിടാനാണ് നല്ലത്. കാരണം ഇതിൽ നമ്മൾ എക്സ്ട്രാ മധുരമൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുക. എന്നിട്ടൊന്നും കൂടി അതിൻ്റെ മേലെ നമ്മൾ സേമിയയും കൂടി മിക്സ് ചെയ്തിട്ടിടാം. അങ്ങനെ ഓരോന്നായിട്ട് ലെയറായിട്ട് ഉണ്ടാക്കണേ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മേലെ നട്ട്സ് ഇടാം. നട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിസ്താച്ചിയോ ആൽമണ്ടോ എന്ത് വേണമെങ്കിലും ആവാം. പിസ്താച്ചിയോ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രീനിഷ് ടച്ചും കൂടി കൊടുക്കുമ്പോൾ നമ്മളെ കുനാഫ നല്ല ഭംഗിയാട്ടോ കാണാൻ. അങ്ങനെ നമ്മളെ കുനാഫ ക്രീം പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൽ വെക്കണം കാട്ടി നല്ലത് ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയുമായി വരുന്നവരെ ബൈ.